കോന്നി പയ്യനാമൺ ചെങ്കുളം പാറമട ദുരന്തത്തിന് 2 നാൾ പിന്നിടുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. ഒന്ന്, ലൈസൻസ് കാലാവധി കഴിഞ്ഞ് ക്വാറി പ്രവർത്തനം നടത്താൻ അനുവാദം ലഭിച്ചത് എവിടെ നിന്ന്? 2, ക്വാറിയിൽ പാറ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശാസ്ത്രീയ വശങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. 3, കുത്തനെയുള്ള പാറ പൊട്ടിക്കൽ അപകടകരമാണ്. ഏകദേശം 30 ഡിഗ്രി ചരിഞ്ഞ് പാറ പൊട്ടിക്കുന്നതാണ് പാരിസ്ഥിതിക ആനുകൂല്യം. എങ്കിലും കുത്തനെ പാറ പൊട്ടിക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്നത് സാമ്പത്തിക ലാഭവും സമയലാഭവും മാത്രം നോക്കിയാണ്. ഇത്തരം പാറ പൊട്ടിക്കലുകൾ വന്ന് അവസാനിക്കുന്നതും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലാണ്. കോന്നിയിൽ 2 പേർ ഹിറ്റാച്ചിക്കുള്ളിൽ അകപ്പെട്ടതും രക്ഷാപ്രവർത്തനം വൈകിയതും കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ ഹിറ്റാച്ചി തരിപ്പണമായതുകൊണ്ട് മാത്രമാണ്. ആദ്യം ഒരാളെ പുറത്തെടുത്തു. പിന്നീട് ഏകദേശം 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ബീഹാർ സ്വദേശിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ആദ്യം ആലപ്പുഴയിൽ നിന്നും ക്രെയിൻ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നതിനാൽ 10 മണിയോടുകൂടി NDRF സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചു. പിന്നീട് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് കൊല്ലത്തു നിന്നും ക്രെയിൻ എത്തിച്ച് ദൗത്യം ആരംഭിച്ചത്. ഈ നേരം വരെയും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ കാട്ടിയ തികഞ്ഞ അലംഭാവം ഇവിടുത്തെ ഭരണകൂട ഭീകരത തന്നെയാണ്. ഷിരൂരിൽ അർജുൻ ദൗത്യം വൈകിയപ്പോൾ കേരളത്തിലാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഇങ്ങനെയല്ല അങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ ഗീർവാണം വിട്ടവരാണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയോട് ഇങ്ങനെയൊരു കാടത്തം കാട്ടിയത്. ഒരു മനുഷ്യന്റെ ചേതനയേറ്റ ശരീരത്തിന് പോലും പട്ടിവില നൽകിയത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ കടുംപിടുത്ത നയം തന്നെയാണ്. ക്വാറിയുടെ പ്രവർത്തനാനുമതിയിൽ ജില്ലാ കളക്ടറടക്കം വെട്ടിലായിരിക്കുന്ന ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും ക്വാറിയുടെ അനധികൃത പ്രവർത്തനാനുമതിയും ആരുടെ കീശയിലെ പണം കണ്ടിട്ടാണ്? ഉത്തരം പറയേണ്ടി വരും. ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.